റെഡി ആയില്ലേ? എന്നാ ഇറങ്ങിയാലോ? കുഴപ്പമില്ല. നിങ്ങളെവിടെ പോവാ? ഞങ്ങള് ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരുന്നവരെ നീ ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നോണം. നിങ്ങൾ എന്റെ അമ്മ അന്വേഷിച്ചു പോവാണോ? എവിടേക്കാ പോകുന്നത്? എന്റെ അമ്മ എവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയോ? നിന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയാ ആ സ്ഥലം ഗബ്രിയേൽ സാറെ വിളിച്ചു പറയും. ആ സ്ഥലം ഏതാന്നറിഞ്ഞ ആ നിമിഷം നമ്മൾ നിന്റെ അമ്മയെ തേടിപ്പോ നിന്റെ അമ്മയെ കണ്ടെത്തും. അപ്പോ എന്റെ അമ്മ എനിക്ക് ഉടനെ കാണാൻ പറ്റുമല്ലേ? ഇപ്പോ നിങ്ങളെല്ലാവരും എവിടെ പോവാ? സിനിമയ്ക്ക് പോവാ? ഈ സിനിമ ആണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാനും കൂടെ വരട്ടെ? നിന്നെ കൊണ്ട് സിനിമാ തിയേറ്റർ പോലെ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? ആൾക്കാർ കണ്ട പ്രശ്നം ഗുരുതരാവും. ഇപ്പൊ നീ വരണ്ട, അതൊക്കെ ഭയങ്കര റിസ്കാ. നിനക്ക് സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങള് മൊബൈലിൽ നിനക്ക് ഇഷ്ടമുള്ള സിനിമ കാണിച്ചു തരാം. പറഞ്ഞോ, നിനക്ക് ഏത് സിനിമയാ കാണേണ്ടത്? പ്രേത സിനിമയാണോ? അയ്യോ, പ്രേത സിനിമയോ? എനിക്ക് ഈ പ്രേത സിനിമയൊക്കെ കാണുന്ന ഭയങ്കര പേടിയാ. പിന്നെ നിനക്ക് ഏത് ജോണറിലുള്ള സിനിമയാ ഇഷ്ടം? ലവ് സ്റ്റോറി ആണോ? ലവ് സ്റ്റോറി ആർക്കും ഇഷ്ടമല്ലാത്തെ? തനിക്കിഷ്ടമല്ലേ? അയ്യടാ, ലവ് സ്റ്റോറിയെ പറ്റി പറഞ്ഞപ്പോ അവന്റെ ഒരു ഇളക്കം കണ്ടില്ലേ? ആരവേ, ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ഞാൻ സത്യം മാത്രമേ പറയൂ. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്താണ് നിന്റെ മോഹം വല്ലാതിരിക്കുന്നേ? ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ട് അവൾ നിന്നെ തേച്ചിട്ട് പോയോ? കഴിഞ്ഞ കാര്യം വിടും. ഇപ്പൊ നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് നിനക്കിപ്പോ പ്രണയമുണ്ടോ? ഉണ്ട്, എനിക്കൊരാളായിട്ട് പ്രണയമുണ്ട്. ആരുമായിട്ട് നിനക്ക് പ്രണയം? ആളിന്റെ പേര് പറ, ഞങ്ങളും കൂടി അറിയട്ടെ. പേര് പറ. ആരവേ, ആരോടാ നിനക്ക് പ്രണയം? എനിക്ക് എന്നോട് തന്നെയാ പ്രണയം. അല്ലാതെ എന്നെ പോലെ ഒരുത്തനെ ഏത് പെൺകുട്ടി പ്രണയിക്കാനാ? ആരും പ്രണയിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പ്രണയിക്കുന്നു. ഇങ്ങനൊരു പ്രേമത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ. വാ, നമുക്ക് ഇറങ്ങാം. ഞാനും വരുന്നു. ആരവേ, നീ ഇപ്പൊ വരണ്ട. നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാ ആ രുദ്രന്റെ ആളുകള് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോന്ന് അന്വേഷിച്ചോണ്ടേ ഇരിക്കുക. അവന്മാരെ നമുക്ക് വലിയ ശല്യമായി മാറിയിരിക്കപ്പോ. അവന്മാരുടെ കണ്ണിപ്പെടാതെ ഇവൻ എത്ര നാൾ നമ്മൾ സംരക്ഷിച്ചോണ്ടിരിക്കും? അവന്മാരെ പേടിച്ച് എങ്ങോട്ടും പോവാൻ കഴിയാത്ത അവസ്ഥയാ. രുദ്രനാണോ നിങ്ങൾ പേടിക്കുന്നത്? എങ്കില് ആ പേടി ഞാൻ ഇല്ലാതാക്കി തരാം. നിന്നെ കൈ കിട്ടിയ തീർക്കാൻ നടക്കുന്ന ആ രുദ്രന്റെ മുമ്പിൽ നീ ചെന്ന് പെട്ട നിന്റെ ഗതി അതോ ഗതിയാ. തൽക്കാലം നീ രുദ്രന്റെ കൈ പെടാതെ ഇതിനകത്ത് ഒളിച്ചിരുന്നു. ഞങ്ങൾ പോയിട്ട് വരാം. വാ, നമുക്ക് പോ. വാ. അവനെ എന്ത് അവനെ തീർക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ആരെങ്കിലും എന്റെ മുമ്പിൽ കൊടുന്ന് താഴാം. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ അവന്റെ നെഞ്ചിൽ വെടിയുണ്ടായിട്ട്. ഈശാനെടാ, കയറി വരാടാ. വാ വാ, ഇശാനെ
കേറി വാടാ, കേറി വാടാ, വാലടച്ചിട്ടാ അവരെ കേറി വന്നൂടെ. ഇനിയിപ്പോ ഞാൻ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു. എടാ നിന്നെയൊക്കെ തീറ്റി പോയിട്ട് എന്തോന്നാ കാര്യം. ഇഡിയറ്റ്സ്. ഈശാനേ വിക്കിടേ നമ്മളല്ലേ നാളെ വിളിച്ചത്.